ഞാനിന്ന് വളരെ ദുഃഖിതനാണ്. ഷുഗർ കൂടി തോന്നുന്നു. വാസ്തവത്തിൽ ഇന്ത്യക്കാരനായിട്ട് ജനിച്ചതിൽ എനിക്ക് വല്ലാത്ത അപമാനം തോന്നുന്നു. എന്താ പറയുക, അപമാനം തോന്നാനുള്ള കാണുന്നില്ലേ? രാഷ്ട്ര നിർമ്മാണത്തിലോ സ്വാതന്ത്ര്യ സമരത്തിലോ യാതൊരു പങ്കുമില്ലാത്തൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്നുകൊണ്ട് തന്നെ മൂപ്പർക്ക് എപ്പോഴും സദാസമയവും ഭയങ്കര മാനസികമായ സംഘർഷങ്ങളും ആത്മരോക്ഷമൊക്കെ തോന്നാറുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മളിതിൻ്റെ ഭാഗമാകാൻ പറ്റില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മളിങ്ങനെ ജീവിച്ചു, ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞിട്ടാണ് എന്ത് കാര്യം? അത് മാത്രമല്ല, നിങ്ങൾ എന്ത് സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദ്യം നിരന്തരമായി അസ്ത്രം പോലെ നെഞ്ചിൽ വന്ന് പതിക്കുമ്പോഴും അദ്ദേഹം നിസ്സഹായനായി പലപ്പോഴും നിന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ദുഃഖമാണ് ഇപ്പോഴും രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി മുത്തേ, വാവേ പറ. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് വല്ലാത്ത നിസ്സഹായാവസ്ഥ അനുഭവപ്പെട്ടു. നിസ്സഹായാവസ്ഥ. കാരണം ഒന്നും ചെയ്യാൻ ഇന്ത്യയിൽ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാനുമില്ല. ആകെ ഈ പറയപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, അവിടെ വന്നിട്ട് പച്ച വർഗീയത പറയുക. അതാണെങ്കിൽ നേരെ ഒന്ന് എണീറ്റ് പോലും നിൽക്കാൻ പറ്റുന്നില്ല. നേരെ ഒരു അതുമായി വിട്ട് തന്നെ താഴെപ്പോവും. അങ്ങനത്തെ മനുഷ്യനാ. എന്നിരുന്നാലും പച്ച വർഗീയത പറയാൻ യാതൊരു മനസ്താപവും ഇല്ല. എന്നെങ്കിലും ഇവൻ്റെയൊക്കെ വായുന്നൊരു നല്ല വാക്ക് കേരള സമൂഹം കേട്ടിട്ടുണ്ടോ? ഒരുമേനെക്കുറിച്ച്, നന്മേനെക്കുറിച്ച്, കരുണയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച് ഒന്നുമില്ല. അന്ന് കേൾക്കത്തില്ല. പച്ച തോന്നിയാസം അങ്ങനെ പറയും. ഏതെങ്കിലും സമൂഹത്തിനെതിരെ ഇങ്ങനെ വർഗീയത പറയും. ഒന്നില്ലെങ്കിൽ ക്രിസ്ത്യാനിനെ പറയും, ഇല്ലെങ്കിൽ മുസൽമാനെ പറയും. ശ്വാസം മുട്ട്, എന്റെ പൊന്നണ്ണ, ശ്വാസം മുട്ട്. പങ്കജ കസ്തൂരിയും കോഴിക്കൂടിൻ്റെ അടിയിലെ മണ്ണില്ലേ, ഇത് രണ്ടും കൂടെ സമ്മിശ്രമായി ചേർത്ത് തിന്നോക്കിയേ, നിങ്ങളുടെ സകല സോക്കേടും മാറും. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സോക്കേടിന് ശ്വാസം മുട്ട്. പിന്നെ ശ്വാസം മുട്ട് അനുഭവപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മുടെ ശ്വാസക്കുഴലില്ലേ, ഈ ശ്വാസക്കുഴൽ മുതൽ ഈ ശ്വാസം നമുക്ക് ശ്വാസം എടുക്കാനുള്ള മുഴുവൻ നരമ്പുകളിലും ഈ വർഗീയത ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കണം. അതിൻ്റെ കൊഴുപ്പ് ഇങ്ങനെ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് ബ്രീത്ത് എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അമ്മാവനെ ആരെങ്കിലും ഇടപെട്ട് അമ്മാവനെ സഹായിക്കണം. അമ്മാവന് ഭയങ്കര ശ്വാസമുട്ടാണ്, ഒരു രക്ഷയില്ലാത്ത ശ്വാസമുട്ടാണ്. കാരണം ശ്വാസനാളത്തിൽ വരെ ഈ വർഗീയത ഇങ്ങനെ കുത്തിക്കേറി നിൽക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ ബ്ലോക്കായിരിക്കുക. അതുകൊണ്ട് എവിടെങ്കിലും അമ്മാവന് ഇതിന് വിദഗ്ധമായ ഒരു ചികിത്സ കൊടുക്കണം. അമ്മാവോ എന്നിട്ട് ബാക്കി പറ. ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ശോചനക്കുറവാണ്. ഒന്നില്ലെങ്കിൽ ബാലസുത, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗുളിക കഴിച്ച് നന്നായിട്ടൊന്ന് വയറിളക്കുക. അതോടുകൂടി വയറ് സെറ്റായി കഴിഞ്ഞാൽ പവറൈസ്. പിന്നെ ജീവൻ കിടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചെന്തോ വാരി വലിച്ച് കഴിയും. അങ്ങനൊന്നും ജീവൻ കിടക്കണമെന്നില്ല. കാരണം കേരളത്തിൽ യാതൊരു ഉപകാരം ഇല്ലാത്ത നിങ്ങളുടെ ഒന്നും ജീവൻ കിടന്നിട്ട് ഒരു കാര്യമില്ല. പോണെങ്കിൽ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിക്കണം. ഇതൊക്കെ ഇങ്ങനെ കിടന്നിട്ട് എന്ത് ചെയ്യാനാണ്? നാട്ടുകാർക്ക് ശല്യം എന്നുള്ളതല്ലാതെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അവനവൻ പഠിച്ച വിദ്യാഭ്യാസം വിവരം കൊണ്ട് നാടിന് നാട്ടുകാർക്ക് ഉപകാരം വേണ്ടേ? 10 അക്ഷരം നാലാളുകൾക്ക് യൂട്യൂബ് ചാനൽ വഴി എന്തെങ്കിലുമൊക്കെ കേൾക്കുന്ന മനുഷ്യർക്ക് അവരുടെ മസ്തിഷ്കത്തിലേക്ക് ഈ വിഭാഗീയതയും വർഗീയതയൊക്കെ അപ്പുറം അവനവൻ പഠിച്ച എന്തെങ്കിലും ഒരു വിജ്ഞാനം പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടായിരുന്നു. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റും, വയറ്റിൽ നിന്ന് പോകുന്നില്ല. അതാ ചേട്ടന്റെ കട്ട ഹീറോ പ്രസംഗിക്കുന്നു. പറഞ്ഞാൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ, ചെയ്തു പോകുന്ന ശീലം മാറ്റാത്തവരുണ്ടെങ്കിൽ അവരെ കൊണ്ടത് മാറ്റിക്കാൻ ചില ഡെന്റിങ്ങും പെയിന്റിങ്ങും വേണ്ടി വരും. ഐ ലവ് യു മുഹമ്മദുമായി ബന്ധപ്പെട്ട് ബാനറും മറ്റു ആഘോഷങ്ങളും ഒക്കെ ഞങ്ങൾ പറയുന്ന രൂപത്തിലാകണം. ശരിയാക്കി കളയും. കാർ ഓടിച്ച് എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ അതിനൊരു ചളുക്ക് വീഴുമല്ലോ, കുറച്ച് പെയിന്റും ഒക്കെ പോകും. ഈ ചളുക്ക് മാറ്റാനായിട്ട് ഭീഷണി നമ്മൾ മറുവശത്തൂടെ ഇടിച്ച് ഐ ലവ് യു മുഹമ്മദുമായി ബന്ധപ്പെട്ട് ആളുകൾ നടത്തിയ റാലി അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധ പ്രകടനം, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകനെ സ്നേഹിക്കേണ്ടതുണ്ട്. ഞങ്ങൾ സ്നേഹിക്കും. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ബാനർ കിട്ടും, ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കും, ഞങ്ങൾ തക്ബീർ മുഴക്കും. ഇതൊക്കെ പറയുമ്പോൾ ഇതിന് ഞങ്ങൾ ചില ഡെന്റിങ്ങും പെയിന്റിങ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ മറ്റേ ബുൾഡോസർ രാജില്ലേ, നിങ്ങളുടെ വീടും കടയൊക്കെ ഞങ്ങൾ ധ്വംസിച്ച് കളയുന്ന ഭീഷണിയാണ്. ആ പരിഹാസരൂപമാണ്. അമ്മാവനെ എണീറ്റ് നിന്നൊരു കീഴ്വായി വിടാനുള്ള ആരോഗ്യം പോലും ഇല്ലെങ്കിലും യോഗി ഇപ്പം എന്ന് പറയുമ്പോൾ പവറേഷ് ഇങ്ങനെ കൂടുകയാണ്.